ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് ഞാൻ ഒരു മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹിമാലയയുടെ മോയ്സ്ചറൈസർ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഡോട്ടായിട്ട് ഫേസിലും നെക്കിലും നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തു. അടുത്തായി ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. ഫൗണ്ടേഷനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. ഫേസിലും നെക്കിലും ഇടാൻ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ചെടുത്തു ഫൗണ്ടേഷൻ. ഡോട്ടായിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് ഫേസിലെയും നെക്കിലെയും ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തെടുത്തു. ലാക്മിയുടെ ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ ഫൗണ്ടേഷനിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ഷെൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അതെൻ്റെ ഫേസിനും നെക്കിലും നല്ല രീതിയിൽ തന്നെ സൂട്ടായി പോകുന്നുണ്ട്. ഇന്നൊരു ഫംഗ്ഷനും പോകാനുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ മേക്കപ്പ് ചെയ്തായിരുന്നു. ഫേസിലൊന്ന് കൺസീലർ ചെയ്തു. ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തത്. കുറച്ച് സ്പോട്ടുകളുണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് മറയ്ക്കാൻ വേണ്ടി കൺസീലർ ചെയ്ത് കൊടുത്തു. ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫിംഗർ വെച്ച് ടേബ് ചെയ്തായിരുന്നു. ലിപ്പിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അവിടെയും കൺസീലർ ചെയ്ത് കൊടുത്തു. ഇൻസൈറ്റിൻ്റെ കൺസീലറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല കവറേജും തരുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം. ഐബ്രോ പാലറ്റ് യൂസ് ചെയ്താണ് ഐബ്രോ ഫിൽ ചെയ്യുന്നത്. ഐബ്രോയുടെ താഴെയും മുകളിലും ഔട്ട്ലൈൻ വരച്ച ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഐബ്രോ ഫിൽ ചെയ്തെടുക്കാം. എനിക്ക് പിരികം കുറവായതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഐബ്രോ പെൻസിലിനേക്കാളും കൂടുതലായിട്ട് ഐബ്രോ പാലറ്റ് ഉപയോഗിച്ച് ഐബ്രോ ഫിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്തോ നല്ല രീതിയിൽ ഒരു ഐബ്രോ ഫിനിഷിംഗ് ആയ ഒരു ലുക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതലും ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഐബ്രോ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഐബ്രോ ഒന്ന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൺസീലർ വച്ച് ഐബ്രോയുടെ മുകളിലും താഴ്ഭാഗത്തും ഡോട്ടായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഐബ്രോ കൂടുതലായി ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഐഷാഡോ ഇട്ട് കൊടുത്തു. ഐഷാഡോ പാലറ്റിലെ ഒരു പിങ്ക് കളർ ഐഷാഡോയാണ് ഇട്ട് കൊടുക്കുന്നത്. ഐഷാഡോ കണ്ണിന് താഴെയും മുകളിലും ഇട്ട് കൊടുത്തു. അടുത്തതായി ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റ് ഉപയോഗിച്ചു. ഞാൻ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റ് ഉപയോഗിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഡോട്ടായിട്ട് കവിളിലും മൂക്കിൽ, അതുപോലെ തന്നെ താടിയിൽ, നെറ്റിയിൽ ഫിംഗർ ഉപയോഗിച്ച് ടാബ് ചെയ്ത് കൊടുത്തു. അടുത്തതായി മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. ഞാൻ ഇൻസൈറ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് കണ്ണ് എഴുതാം. കണ്ണിൻ്റെ താഴെ ഹിമാലയയുടെ കാജൽ ഉപയോഗിച്ച് എഴുതി കൊടുത്തു.
ഐലൈനർ വരച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഐലൈനർ വരച്ച് കൊടുത്തു. കണ്ണുകൾ നല്ല ബോൾഡായിട്ട് കാണിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ണെഴുതി കൊടുത്തു. കണ്ണിന് താഴെയുള്ള കാജൽ പടർന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബ്രഷ് ഉപയോഗിച്ച് അതൊന്ന് സ്മച്ചാക്കി കൊടുക്കുകയാണ്. സ്മജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രൗൺ കളർ ഐഷാഡോയാണ്. അടുത്തതായി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് മുടി കെട്ടിക്കൊടുക്കാം. മുടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചീകി ഉടക്കൊക്കെ കളഞ്ഞായിരുന്നു. മുടി ഫ്രണ്ട് ഒന്ന് ജസ്റ്റായിട്ട് ബാക്ക് കോംബ് ചെയ്ത് കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് മുടിയൊക്കെ എടുത്തിട്ടായിരുന്നു. അടുത്തതായി ഒരു കമ്മൽ ഇട്ട് കൊടുത്തു. ഒരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുത്തു. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു പെർഫ്യൂം അടിച്ചു കൊടുത്തു. ഞാനും മോനുമായിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ പോകാൻ തയ്യാറായി. മുടി പിരിത്തിട്ടപ്പോൾ എന്തോ ഇഷ്ടപ്പെടാതെ തോന്നി. അതുകൊണ്ട് ബാക്കിൽ ഒരു ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രണ്ട്സ്.